ஹலோ ஃப்ரெண்ட்ஸ், குட் மார்னிங். இன்றைக்கி நான் எங்கே போகிறேன்னு വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ പെരുങ്കോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലോട്ട് தான் പോണത്. ഞാനും കുറേ നാളായിട്ട് പോകണമെന്നൊരാശ ഉണ്ടായിരുന്നു. യൂട്യൂബ് വഴിത്താ എന്താണെങ്കിൽ കോവിലിനെ പറ്റിയാണെങ്കിൽ കേൾവിപ്പെട്ടത്. അപ്പത്തിലിരുന്നേ இந்த കോവിലിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ സാധിച്ചത്. ഞാനും എന്നോടാണെങ്കിൽ മാഡവും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് தான் എന്താണെങ്കിൽ കോവിലേക്കാണെങ്കിൽ പോണത്. நாங்கள் வந்துட்டாണെങ്കിൽ இங்கேருந்து ஏர்லி மார்னிங்கே கிளம்பி ഒരാണെങ്കിൽ മധ്യാഹ്നമാണെങ്കിൽ റീച്ച് ആവണ മാതിരി தான் അങ്ങനെയാണെങ്കിൽ പോയപ്പോൾ നല്ലൊരു പോസിറ്റീവ് ആണെങ്കിൽ എനർജിയും പോസിറ്റീവ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. கோவில்ல எனக்கு அவுட்டர் பார்க்கறதுக்கே அந்த அளவுக்கு சூப்பராக இருக்குது. உள்ளுக்குள்ளே போய் அவ்வளோ அலங்காரம் எல்லாமே பயங்கரமாயிட்டு இருக்குது. பயங்கரமான ஒரு இது. அங்கே போயப்பழே எங்களுக்கு ஏதோ ஒரு പോസിറ്റിവിറ്റി தான் ഫീൽ അയച്ചത്. എന്നിട്ട് അങ്ങ് പോയി അങ്ങ് ഉണ്ണിസ്വാമികൾ എന്ന് പറയുന്ന സ്വാമികൾ தான் അവിടുത്തെ മെയിനായിട്ടുള്ള എനിക്ക് പൂസാരി എന്നാണെങ്കിൽ சொல்லியாங்க. அங்கே அருள்வாக்கு പറയും. ഒരു മധ്യാഹ്നം ഒരു 12 മണിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ நாங்கள் போயപ്പോൾ ഒരു 12:30க்கெல்லாம் மேலே ஆயிடுச்சு. நாங்கள் தான் லாஸ்ட்டு நாங்கள் ஓடிப்போய் அருள்வாக்கு கேட்கணுன்னு ஆசை இருந்தது. நமக்கு இருக்கണ ஏதாவது ദോഷങ്ങളോ ஏதாவது இருக்கான்னு അറിയാൻ വേണ്ടി தான் போய் நாங்களும் போயாണെങ്കിൽ டோக்கன் எடுத்து அருள்வாக்கு கேட்டாங்க. അപ്പോൾ எங்களுக்கும் கொஞ்சம் ആണെങ്കിൽ பிரச்சனை எல்லாம் இருக்குன்னு പറഞ്ഞாங்க. அதுக்குள்ள പരിഹാരം என்னன்னு വെച്ചാൽ അതും എങ്ങക്കിട്ടാണെങ്കിൽ சொல்லியாச்சு. நாங்கள் പിന്നെ എനിക്ക് അവിടെ നിന്നെങ്കിൽ തെറ്റിപ്പൂ തരുവാங்க. നമ്മ തലയ്ക്കൊഴിഞ്ഞാണെങ്കിൽ അവിടെയാണെങ്കിൽ അർപ്പിക്കണം. നമുക്ക് എന്നെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മ കൂടെ വരാണെങ്കിൽ ആൾ വരുവാങ്ക. നമുക്ക് അറിഞ്ഞുകൊള്ളാത്തതെല്ലാം പറഞ്ഞു തന്ന് നമ്മളെല്ലാം ചെയ്യണം. അതിനുള്ളതാണെങ്കിൽ പരിഹാരമെല്ലാം ചെയ്യാൻ പറഞ്ഞു. പരിഹാരമെല്ലാം ചെയ്തതാൽ 45 டேஸ்க்குள்ளத்தான் எல்லாமே ஓகே ஆகும் എന്നാണെങ്കിൽ சொல்லி அனுப்பிட்டாங்க. நாங்கள் அதுக்கப்புறம் அங்கேயே நாங்கள் കുറേ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്ത് நல்லா இருந்துச்சு. பயங்கரமான ഇത് എല്ലാം அலங்காரம் லைட்னிங்கும் பயங்கர ஆள்கூட்டம் எல்லாமே இருக்குது. பயங்கர சூப்பராக ஏதோ ஒரு எனர்ஜி வருது அங்கே எனக்கு போயப்போ. அந்த அளவுக்கு பயங்கரமாக அலங்கரிச்சிருக்காங்க. நிறைய ആൾക്കൂട്ടം വരാங்க. വെളിയിൽ നിന്ന് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ആൾക്കാരെല്ലാം വരാങ്ക കോവിലിൽ. ഇங்கே ഇരുന്നാണെങ്കിൽ പോയപ്പോഴത്തേക്കും ഒരു ലോങ് ട്രാവൽ പോകണതിൻ്റെ ഒരാണെങ്കിൽ ഫീൽ ഇരുന്നിരിച്ച് പോണ വഴിക്കാണെങ്കിൽ മോർണിംഗ് ടിഫിൻ സാപ്പിടതൊക്കെ ആവാത്തതിനാല മധ്യാഹ്നമാണെങ്കിൽ ലഞ്ച് വന്നിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ தான் ലഞ്ച് സാപ്പിട്ടത്. കേരള റൈസും ഇഞ്ചിപ്പൊടി நம்ம നാട്ടിൽ പോകുമ്പോഴേക്കും അതാണല്ലോ മട്ടയരിസിയും ഇഞ്ചിപ്പൊടിയെല്ലാം നല്ല അതും തൃശ്ശൂർകാരുടെ സ്റ്റൈലിലുള്ള ഇഞ്ചിപ്പൊടി ரொம்ப டேஸ்ட்டாக இருக்கும்ல. அதுக்கப்புறம் திரும்ப அதெல்லாம் சாப்பிட்டு திரும்ப வர வழியில் திரும்ப ഒരു കള്ളി ഷോപ്പ് பார்த்தாங்க. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതും നമ്മളാണെങ്കിൽ യൂട്യൂബിൽ தான் நிறைய கள்ளி ஷாப்பெல்லாம் பார்த்துருக்கு. சூப்பராக இருந்துச்சு. அங்கே சும்மா போய் பார்த்தா ஃபிஷ்ஷு கல் சிக்கன் பீஃப் வெரைட்டி எல்லாமே இருந்துருச்சு. நம்ம போய் பார்த்துட்டு ஜஸ்ட்டு ஃபோட்டோ மட்டும் எடுத்துகிட்டு திரும்பி வர വഴിക്ക് ഫ്രഞ്ച് ഫ്രൈസും ഐസ്ക്രീം നല്ല മഴയത്ത് ഐസ്ക്രീം ഹെവി ട്രാഫിക് സൂപ്പറായിട്ടാണ് റിട്ടേൺ